So, what do you say, Mr. Smith? Well, you are the one to decide. I've studied the deal and I've told you the risk involved. And of course the profit aspects of the deal. We do appreciate potential clients like you. But you see, we cannot compromise on the face value of a product. I mean, we are looking for a fair deal. Okay, so it's time you better come out with your final quote. Excuse me. Hello? ഇത് മീര ചേച്ചയ്യ. തിരക്കിലാണോ? മീര, I am a bit busy now. ഒരു മീറ്റിംഗ് നടക്കുകയാണ്. If you don't mind, ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം, ഓക്കെ? ഇച്ചായനൊന്ന് ഇവിടം വരെ വരണം. എനിക്ക് ഇച്ചായന്റെ സഹായം വേണം. പ്ലീസ് ട്രൈ ടു കം as early as possible. എന്താ മീര? Are you okay? Don't get upset. ഞാനിതാ വരുന്നു. Sorry, something personal. I have to leave urgently. Go ahead. Anyway, we don't get personal in business, Jose. Well, thank you. Thank you. See you. സോറി ഇച്ചായ. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. അവനെവിടെ? മുകളിലുണ്ട്. രാവിലെ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ തുടങ്ങിയ കുടിയാ. ഞാൻ ന്യൂയോർക്കിലെ ക്ലാസ്സസ് അവസാനിപ്പിക്കണം. അതാണ് പുതിയ ആവശ്യം. ആവശ്യമൊന്നുമല്ല, വഴക്കുണ്ടാക്കാൻ പുതിയൊരു റീസൺ. അല്ലെങ്കിൽ he wants to file a divorce. What? എന്റെ പ്രശ്നങ്ങൾ, ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒക്കെ ഇച്ചായന് അറിവുള്ളതല്ലേ? ആക്ച്വലി എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഉണ്ണിയെ ജസ്റ്റിഫൈ ചെയ്ത് പറയുകയല്ല. മീര ആഴ്ചയിൽ 3 ദിവസം ന്യൂയോർക്കിലും അവൻ ഇവിടെ ആയാൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് അതങ്ങ് വേണ്ടെന്ന് വെച്ചൂടെ മീരെ? ഇച്ചായൻ എന്തായി പറയുന്നേ? ഇവിടുത്തെ മാത്രം വരുമാനം കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ അഫോർഡ് ചെയ്യാനാ? അവിടെ ഓൾമോസ്റ്റ് 75 സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോ ട്രാവലും അക്കോമഡേഷനും എല്ലാം അവർ തന്നെ പേ ചെയ്യും. മോറോവർ ഐ ഫീൽ ഹാപ്പി. ഡാൻസിനെ അതിൻ്റെതായ സെൻസിൽ മനസ്സിലാക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് എനിക്കിവിടെ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസും. ഇവിടെ ഇപ്പോ ബീന മോളിനെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എത്ര നാളായി. ഇച്ചായനും ആൻസി ചേച്ചിക്കും അതിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റും ഇല്ല. സോറി. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. അത് ഓരോരുത്തരുടെ പ്രയോറിറ്റീസ്. ദാറ്റ്സ് ഇറ്റ്. ഐ അണ്ടർസ്റ്റാൻഡ്. എങ്കിൽ പിന്നെ എൻവൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തൂടെ? ഉണ്ണിക്കും അതൊരു നല്ല ചേഞ്ച് ആയിരിക്കും. അവന് പറ്റിയൊരു ജോലി നമുക്കവിടെ കണ്ടുപിടിക്കാം. ഉണ്ണിക്കിനി ഒരു ജോലിയും കരിയറും ഒന്നും ഉണ്ടാവില്ല ഇച്ചായ. സ്വന്തം ഭർത്താവിനെ താഴ്ത്തി കാണുന്നതല്ല, പക്ഷേ അതാണ് ഉണ്ണിയുടെ മനസ്സിന്റെ ഒരു സ്റ്റേറ്റ്. എന്നോടുള്ള ഈഗോയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇച്ചായൻ അറിഞ്ഞൂടെ? ഐ തിങ്ക് വി ഷുഡ് ഹെൽപ്പ് ഹിം ടു കം ഔട്ട് ഓഫ് ഇറ്റ്. അതിനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? ഇങ്ങനൊരു ലൈഫ് ഞാൻ സ്വയം തിരഞ്ഞെടുത്തതല്ല. ഉണ്ണിയുടെ ഭാര്യയായി ഉണ്ണിയുടെ തണലിൽ ജീവിക്കണമെന്ന് മോഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട് പണ്ട്. ബട്ട് നൗ ഉണ്ണിയുമായി ഇനിയൊരു ജീവിതം, നോ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ. ആവശ്യമില്ലാത്ത കോർത്ത് വിഷമിക്കാതെ. Everything has a solution, Meera. Meera. നോ ജോസച്ചയ്യ, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. എനിക്ക് ഉണ്ണിയപ്പോ പേടിയാ. മദ്യത്തിന്റെ ലഹരിയിൽ ഉണ്ണി എന്നെ കൊല്ലാനും മടിക്കില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അവനെ ഒന്ന് കാണട്ടെ, സംസാരിക്കട്ടെ, എല്ലാം നേരെയാവും. ബാബാ, അവളെ വിളിച്ചു വരുത്തിയതാവും. വെറുതെ സമയം കളയാൻ ഭ്രാന്തുണ്ടോ മനുഷ്യ? ഞങ്ങളുടെ ജീവിതം ശരിയാവില്ല, ഒരിക്കലും ശരിയാവില്ല. കണ്ടില്ലേ, കുടിക്കാൻ തന്നെ വയ്യ.
മധ്യരാജാക്കന്മാർക്കൊരു അപമാനം. എന്താ നിന്റെ ഉദ്ദേശം? അവളെന്ത് പറഞ്ഞു? പാവം, നിനക്ക് എങ്ങനെ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ സാധിക്കുന്നേ? അവൾ എന്ത് പറഞ്ഞു ജോസേ? എന്നെ ഡിവോഴ്സ് ചെയ്യണ്ടേ അവക്ക്? ഡോണ്ട് ബി സില്ലി. സില്ലി അല്ല ജോസേ, സില്ലി അല്ല. ഇന്നവൾ എന്നോട് അങ്ങനൊരു സജഷൻ വെച്ച നിമിഷം മുതല് എന്റെ മനസ്സിൽ തീയാ. കണ്ടില്ലേ, കുടിച്ചിട്ട് ഇറങ്ങുന്നില്ല. മീരയുടെ ഭാഗത്തു നിന്നും മാത്രമായി അങ്ങനെ ഒരു സജഷൻ എന്തായാലും ഉണ്ടാവില്ല. നീ അവളെ കൊണ്ട് പറയിപ്പിച്ചതാണ്, അതല്ലേ സത്യം? ഞാനല്ല ജോസേ, അവളാ എന്നോട് പറഞ്ഞത് അവക്ക് ഡിവോഴ്സ് വേണോന്ന്. മനസ്സിൽ തട്ടിയാണ് മീര അത് പറഞ്ഞതെന്ന് നീ കരുതുന്നുണ്ടോ? അവളെ കുത്തി നോവിച്ചിട്ട് നീയും വിഷമിക്കുക. എന്തിനാടാ ഇതൊക്കെ? ഉണ്ണി, യു ആർ ജസ്റ്റ് ലൈക്ക് മൈ ഓൺ ബ്രദർ. അതുകൊണ്ടാണ് തിരക്കുണ്ടായിട്ട് മീര വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നത്. ദേ, ആദ്യം വെള്ളവടിയൊന്ന് അവസാനിപ്പിച്ച് ചെന്ന് കുളിച്ച് തല നന്നായി ഒന്ന് തണുപ്പിച്ചാട്ടെ. എന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് നീ ഈ കാട്ടിയതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്ക്. അപ്പം മനസ്സിലാവും നീയാണോ മീരയാണോ തെറ്റ് ചെയ്തതെന്ന്. എന്നാലും അവളത് പറഞ്ഞു. എന്റെ മുഖത്ത് നോക്കി അവളത് പറഞ്ഞു ജോസേ. ഏയ്, ഇത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ വൈ ഡോണ്ട് യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹർ? എടാ, നിനക്ക് വേണ്ടി കൂടുതൽ അവളെ കഷ്ടപ്പെടുന്നേ. സ്നേഹ കൂടുതലുണ്ടാണോന്നറിയില്ല, അത് അനലൈസ് ചെയ്യാനുള്ളൊരു ധൈര്യമില്ല. സത്യത്തിൽ സ്നേഹമല്ല, പേടിയാ. ഉണ്ണി, പേടി തന്നെയാ ജോസേ. അവളെന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച പേടി തന്നെയാ. ഞാൻ എങ്ങനെ ജീവിക്കൂടോ? I'm scared. I'm scared. എനിക്കിഷ്ടം അവളെ, but I'm scared. Hi, Dad. ആ, You still reading? I thought you might have sleep by now. ഇത്രയും ലേറ്റ് ആവുമെന്നറിയായിരുന്നെങ്കിൽ നമ്മുടെ കാറിൽ പോകാറുന്നില്ല നിനക്ക്? I never expected, Dad. Almost all my friends were there. So സമയം പോയത് ഞങ്ങൾ അറിഞ്ഞേയില്ല. The party was so nice. Then how did you manage to come now? Gary dropped me. ഗ്യാരി? കിറ്റി ഡ്രോപ്പ് ചെയ്യുന്നാണല്ലോ അമ്മ പറഞ്ഞത്. ഹു ഇസ് ഗ്യാരി? ഹീ ഓർ ഷീ? Mr. Gary Hanks. പാവം, ഇനി ഒരു 30 miles എക്സ്ട്രാ ഡ്രൈവ് ചെയ്താലേ ഗ്യാരി വീട്ടിലെത്തത്തുള്ളൂ. ഗ്യാരി ഹാങ്സ് നിന്റെ പുതിയ ബോയ്ഫ്രണ്ട് ആണോ? Not yet decided, Dad. ഞാൻ വല്ലാതെ ടയർഡാ. I want to fresh up. So good night, Dad. ഓക്കെ. ആ, ബീൻസ്. What, Dad? ഐ വോണ്ട് ടു ടോക്ക് ടു യു സംതിങ് പേഴ്സണൽ. ഡാഡ് ഉറങ്ങാതിരുന്നപ്പോ എനിക്ക് തോന്നി there is something. എന്താ ഡാഡ്? ബർത്ത്ഡേ പാർട്ടിക്ക് ശേഷം നീ ഇതുവരെ നമ്മുടെ 2 കാറും യൂസ് ചെയ്തിട്ടേയില്ല. ഇങ്ങനെയൊരു നൈറ്റ് പാർട്ടിക്ക് നീ ആദ്യമായിട്ടല്ലേ കാറില്ലാതെ പോകുന്നത്? മോളെ, ഈ ഡാഡിയോട് സത്യം പറയണം. ആർ യു ഡൂയിങ് ഇറ്റ് ഡെലിബറേറ്റ്ലി? No, Dad. Today just happened like that. That's all. പർപ്പസായി ബീൻ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ബട്ട് ഞാനും അമ്മയും അങ്ങനെ ചിന്തിച്ചു പോയി. ടെൽ മീ, മോളെ, നീ ഹാപ്പിയല്ലേ? Of course, Dad. Good night. ഗുഡ് നൈറ്റ് മോളെ. നിന്റെ ഈ ഒഴിവുകഴിവൊന്നും എനിക്ക് കേൾക്കണ്ട ജോസേ. ഇതൊക്കെ മുമ്പും നീ എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഇല്ലമ്മച്ചി, ഇത്തവണ ഞാൻ വരും. എനിക്ക് ഒരാഴ്ചത്തെ സമയം കൂടി അമ്മച്ചി തരണം. നിന്നെ എനിക്ക് വിശ്വാസമില്ല ജോസേ. കർത്താവ് എന്നെ മേലോട്ട് വിളിച്ചാലും നീ എന്നെ കാണാൻ വരത്തില്ല. എനിക്കുറപ്പാ. ഞാൻ വെക്കുന്നു. ആ അമ്മച്ചി വെക്കല്ലേ. ഹലോ. ഓ, കട്ടായിപ്പോയി. എൻ്റെ കയ്യിലൊന്നും തരണ്ടേ അമ്മച്ചി? എനിക്ക് ജോസച്ചാണ് സംസാരിക്കാണെന്ന് ഞാൻ രാവിലെ പറഞ്ഞതല്ലേ. ഈ അമേരിക്ക എന്ന് പറയുന്നതേ എവിടെയാണെന്ന് അമ്മച്ചിയുടെ വിചാരം? അവിടെ എന്തൊക്കെ തിരക്കുകളുള്ള ആളായിച്ചായൻ. അവിടുന്ന് ഇങ്ങോട്ട് ഓടി വരിക എന്നൊക്കെ പറഞ്ഞാ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ?
ഞാൻ ചത്താലും അവൻ വരില്ലായിരിക്കും. അല്ലടാ. ഓ, ഏതു നേരം നോക്കിയാലും ചാവുന്ന വർത്താനേ ഉള്ളു. വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഇച്ചായന്റെ കൂടെ മനസ്സമാനം കെടുത്തിക്കോളും. അമ്മച്ചി ഒന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്നുണ്ടോ അവിടെ? അല്ല പിന്നെ. ജെയിംസേ, ഇനി എന്നതാ? നീ നാളെ സുമിയോടൊന്ന് ഇതുവരെ വരാൻ പറ. അവളെ കണ്ടിട്ട് കുറച്ചു ദിവസമായി. എന്താണാവോ? അവിടെ ഒന്നുമില്ല. സ്കൂൾ തുറക്കുന്ന സമയമല്ലേ, യൂണിഫോമിന്റെ തിരക്കാ. എന്തായാലും ഒന്ന് വന്നിട്ട് പോവാൻ പറയേ. അത് കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ മതി. ഇത്ര അടുത്തുള്ള മക്കളെയെങ്കിലും മനസ്സ് തോന്നുമ്പോൾ ഒന്ന് കാണാൻ പറ്റണ്ടേ? വെളിച്ചെണ്ണ കുപ്പി ഇനി നോക്കാൻ സ്ഥലമില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കറി ഒന്ന് വാങ്ങി വെച്ചേക്കണേ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ആ മീനും ഒരു ബുക്കും കൊണ്ട് വരും. അവളോട് ഇരിക്കാൻ പറയണേ. ഞാൻ ഈ പറയുന്നല്ല അമ്മ കേൾക്കുന്നുണ്ടോ? നീ ചെല്ലേ. തല നന്നായി തോർത്തണേ. പരീക്ഷ വരാൻ പോണേ. ഇനി പനി പിടിച്ച് കിടപ്പിലാവണ്ട. ആ എന്നാ ഉണ്ടടി? അമ്മേ, ദേ ജെയിംസ് അച്ചായൻ. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സുമി എവിടെ? അമ്മ തുന്നലിന്റെ തിരക്കില്ല. ഒരാഴ്ചയായിട്ട് രാവും പകലും ഇല്ലാതെ മെഷീന്റെ മുന്നിൽ തന്നെ. ഇച്ചായനകത്തേക്ക് വാ. കേറിയിരിക്കാനൊന്നും നേരമില്ല. സൈറ്റിൽ പണി നടക്കുവാ. എന്താ നിനക്ക് ഇത്ര ഭാരിച്ച ജോലി? ടൗണിലെ ഒരു സ്കൂളിലെ യൂണിഫോമിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ തീർത്തു കൊടുക്കണം. നല്ല ആൾക്കാരാ. സമയത്തിന് നന്നായിട്ട് തീർത്തു കൊടുത്താ അവിടുന്ന് 1-2 ഓർഡർ കൂടി കിട്ടിയേക്കും. ആ, സഹായത്തിന് ഇവിടെ കൂടെ നിർത്ത്. 2 ആഴ്ച സ്കൂളിൽ പോയില്ലെന്ന് വെച്ച് ഇവക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലേടി? ഞാൻ പോയി കുളിച്ചിട്ട് ആ, വരാം. നിന്റെ സ്വഭാവം തന്നെ ഇവക്കും. എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല. ആ, ഒടുക്കം നിന്റെ ഗതി തന്നെ വരാതിരുന്നാ മതി. എന്താ ചായ പ്രത്യേകിച്ച്? ആ, അത് പറയാൻ മറന്ന്. അമ്മച്ചി നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ ചായ? ഒന്നുമില്ല. അവിടെ വെറുതെ 24 മണിക്കൂറും കിടക്കുമല്ലേ. ഓരോ തോന്നല ഓരോ നേരത്തും. ആ, അതിന്റെയൊക്കെ പുറകെ കടന്നോടാൻ ഞാനും. ഇനി നീ വന്നില്ലെങ്കിൽ അതിന്റെ പഴി കൂടി മേഴ്സിക്കാവും. അവൾ അവിടെ വന്ന് കയറിയവളാണല്ലോ. അതെന്നും അങ്ങനെ വരൂ. ഞാൻ വരാം. ആ, അമേരിക്കയിലുള്ള മോനേക്കാ തിരക്കാ ഇവിടെയുള്ള മോക്കെന്ന് അമ്മച്ചിക്ക് അറിയില്ലല്ലോ. ആ സൗകര്യം പോലെ വാ. ദേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ ചായ. വേണ്ട, നിന്റെ ജോലി നടക്കട്ടെ. ഇപ്രാവശ്യെങ്കിലും അവൻ വരുമോ മോളെ? വരും. എന്തോ എനിക്കങ്ങനെ തോന്നുന്നു. എന്തിനാ അമ്മച്ചി വിഷമിക്കുന്നേ? ഇച്ചാൻ മനഃപൂർവ്വം വരാത്തല്ലോ. അവിടെ തിരക്കായതുകൊണ്ടല്ലേ? എന്ത് തിരക്ക്? അവൻ മനഃപൂർവ്വം വരാത്തതാ. എന്റെ കുട്ടിയുടെ മുഖം കൂടി ഞാനൊന്ന് നേരെ ചൊവ്വ കണ്ടിട്ടില്ല. ഞാൻ പോയി വെള്ളം ചൂടാക്കാം. ഇന്ന് ഏതായാലും ശരിക്കൊന്ന് മേല് തേച്ച് കുളിക്കാൻ നമുക്ക്. മോളെ, എന്താ അമ്മച്ചി? എന്തേ കുളിക്കാൻ തോന്നുന്നില്ലേ? എന്താ വിഷമം വല്ലതും തോന്നുന്നുണ്ടോ? നിന്റെ കാര്യത്തിലാ. നിന്റെ വിധി ഇങ്ങനെയായി പോയില്ല മോളെ. എനിക്കെന്താ, സുഖമായിട്ട് തന്നെ ഞാനും എൻ്റെ മോളും ജീവിക്കുന്നേ. ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ അമ്മച്ചി. ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി. സത്യം. ആ, ബീനയുടെ ഇപ്പോഴത്തെ കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് ജോസ്. എവിടെ? ദാ അവിടെ ആ വലിപ്പിലുണ്ട്. ആ മഞ്ഞ കവറ്. എപ്പോഴാ ഇത് വന്നേ? ഇച്ചാൻ എനിക്ക് അയച്ചു തന്നില്ലല്ലോ. അവൾ ഒന്നുകൂടെ ക്ഷീണിച്ചു അല്ലേ അമ്മച്ചി? ഇത് ഇങ്ങനെയൊക്കെ വന്നു ചേരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ അവളെ ജോസിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു മോളെ. ഒക്കെ നമ്മുടെ വിധി.
കർത്താവ് പൊറുക്കട്ടെ, കർത്താവ് പൊറുക്കട്ടെ. ആഹാ, മോളെ ഇത് എന്ത് പറ്റി? എന്നാ ഉറക്കം വരുന്നില്ലേ? No, Dad. I'm so excited. വായ് Mom, how old am I? എടി, എന്താടി ഈ നടുപ്പാതിരിക്കൊരു കിന്നാരം? I am 20, turning 21. ഹ, നീ കാര്യം പറ. Parayam. For the first time in my life, a man proposed to me. അയ്യേ കഷ്ടം. ഈ അമേരിക്കയിലും അത്ര ഗതികെട്ടവന്മാരുണ്ടോ? Oh no, Dad. I shouldn't have told you. It's such a good feeling I was trying to share with you. നീ പിണങ്ങാതെ ആരാ കക്ഷി പറ. He studies with me. റിയലി? ഒന്ന് നിർത്തുന്നുണ്ടോ? ഡാഡിക്കും മോൾക്ക് സംസാരിക്കാൻ കണ്ടൊരു വിഷയം. ദേ ദേ, ഇതാണ് ഇവക്കൊരു കാര്യം അതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കാൻ അറിയാൻ. യു ടെൽ മീ, ഹൗ ഡിഡ് യു റെസ്പോണ്ട് ടു ഹിം? I said no to him. വൈ? അതെന്ത് പറ്റി? He's not my type. അയ്യോടി. മോന്തക്കിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, നോട്ട് മൈ ടൈപ്പ്. അയ്യടാ, അത് കേട്ടോണ്ടിരിക്കാൻ ഒരു ഡാഡി. പോയി കിടക്കടി. ഞാൻ ഇന്ന് ഇവിടെ കിടക്കാൻ പോന്ന with my dad. See my sheet? May I, Dad? ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ രാത്രി നിന്റെ അമ്മയ്ക്ക് വല്ല വേണ്ടാതീനവും തോന്നിയാലോ? വേണ്ടതീനം? What's that, Mom? That means ഇതാ വേണ്ടാതിനെന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? ദേ, മനുഷ്യനായാലേ കുറച്ചൊക്കെ നാണം വേണം. Dad, what happened to her? she's crazy. She has no sense of humor. ഓ, ഇനി ഡാഡിയും മോളും കൂടെ ചേർന്ന് ഇങ്ങോട്ട് അംഗം കുറിക്കാനൊന്നും വരണ്ട. ദേ പെണ്ണെ, കിടന്നുറങ്ങുന്നെങ്കില് മിണ്ടാതെ കിടന്നുറങ്ങണം. എനിക്കിത്തിരി പണിയുണ്ട് ചെയ്യാൻ. മോള് കിടന്നു കിടന്നു. Oh, Dad, ഞാൻ ഇവിടെ കിടന്നാലേ മമ്മി എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. I'll escape. മോളെ ഫോൺ. ഹലോ. മോളെ, മോളോട് സംസാരിച്ചിട്ട് എത്ര നാളായി? മോൾക്ക് സുഖാണോ? എനിക്ക് സുഖാണ് ആന്റി. മോളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയോ? അന്നൊന്നും മോളെ കിട്ടിയില്ല. ഇപ്പൊ എനിക്ക് സന്തോഷമായി, സന്തോഷമായി മോളെ. ആന്റി, ആന്റി കരയാണോ? Dad, she's crying. സുമി, നീ എന്താ ഈ നേരത്ത്? വരുന്ന വഴിയാ അമ്മച്ചി വല്ലാണ്ട് നിർബന്ധിച്ചിട്ടാ ഞാൻ ബൂത്തി വന്ന് വിളിക്കുന്നേ. അമ്മച്ചിയുടെ അസുഖം എങ്ങനെ? പഴയതുപോലെ തന്നെ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബോധം പോവും. ബോധം തെളിയുമ്പോഴൊക്കെ അച്ചായം വന്നോന്നാ അമ്മച്ചി ആദ്യം തിരക്കുന്നേ. ഒന്നിവിടം വരെ വന്നൂടെ അച്ചായ? അമ്മച്ചിയോട് ഞാൻ എന്താ പറയേണ്ടത്? അമ്മച്ചിയോട് ഞാൻ വരുന്നെന്ന് പറ. സത്യം, അച്ഛൻ എന്ന് വരുമെന്ന് പറയേണ്ടത്? നോക്കട്ടെ സുമി, ഇവിടെ ഒരു 100 പ്രശ്നമുണ്ട്. ഞാൻ അമ്മച്ചിയെ വിളിച്ചോളാം, പോരെ? ശരി അച്ചായ. വരുമ്പോ ബീനമോളെ കൂടെ കൊണ്ടുവരുമോ? മോളെ അമ്മച്ചിക്ക് കാണണമെന്നുണ്ട്. അത് ഞാൻ ശ്രമിക്കാം സുമി. ശരി അച്ചായ, ഞാൻ വെക്കട്ടെ? ആട്ടെ. എന്താ ജോസെ അവിടെ വിശേഷിച്ച്? നത്തിങ്. എന്നെ കാണണമെന്ന് പറഞ്ഞുള്ള അമ്മച്ചിയുടെ പതിവ് പരാതി. But Sumi auntie was crying, Dad. What for, Dad? Because she loves you. ഓ, പണ്ടാരടക്കാൻ ഇവക്ക് ഇതിന് നേരോ കാലം ഒന്നിട്ടേ. മനുഷ്യനെ മെനക്കെടുത്ത ഡാൻസ്. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും മതി. പിന്നെ ഈ 27th പ്രോഗ്രാം. ആരും ഒരു എക്സ്ക്യൂസും പറയരുത്. ബീന കേട്ടല്ലോ? Yes, auntie. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ന്യൂയോർക്കിൽ പോകുന്നുള്ളൂ. സോ വിൽ പ്രാക്ടീസ് ദ ഹോൾ വീക്കെൻഡ്. ഈസ് ദറ്റ് ഓക്കെ? ഓക്കെ ദെൻ, എണീറ്റോളൂ, തൊഴുതോളൂ. ഓക്കെ, Bye. ടേക്ക് കെയർ. ഏയ് നീതു,
You haven't returned my CD. I'm not done with it, Anjana. Hey, Beena, ഒരു സിനിമയ്ക്ക് വരുന്നോ? They're showing പാണ്ടിപ്പട this weekend. ഞാൻ കണ്ടത്. റീതാൻഡ് is arranging the show. എങ്ങനെയുണ്ട് പടം? No comments. Judge for yourself. Okay, Bye-bye. bye. Bye. See you guys later. ഹേയ് ബീന, അത് ശരി. അപ്പൊ നീ അങ്കിളിനെ കാണാതെ മുങ്ങാനുള്ള പരിപാടിയല്ലേ? Actually, uncle, I forgot. എന്ത് ഫോർഗോട്ട്? ഞാൻ ഇവിടെ ഉള്ള കാര്യം. ഓക്കെ ഓക്കെ, നിന്റെ വിലപ്പെട്ടൊരു ഹോളിഡേ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. നിനക്ക് കൂട്ടുകാരുടെ പോകാം. No, no, no. Actually, I want to talk to you. What? Come on. Hey, Come on. വന്നോളൂ. ജോസ് നിർബന്ധിച്ച് പറഞ്ഞിട്ടാണോ മോളെ? Who told you? അതൊക്കെ അറിയാം. മോക്ക് ഈ ഡാൻസിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലെന്നുള്ള അങ്കിളിന് അറിഞ്ഞൂടെ? Interested അല്ല, uncle. It's so boring. ഒരേ സ്റ്റെപ്പ് തന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം. നീ ഇരിക്കെ, ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. വാട്ട് വിൽ യു ഹാവ്? Something cold. Okay. Would you like to have something? No, thank you. Okay. കുടിക്കൂ. Thank you. ആന്റി എവിടെ? വിശ്രമം. 10 മണിക്ക് അടുത്ത ക്ലാസ് തുടങ്ങുമല്ലോ. Hectic. Oh. അതെ, നമുക്കൊരു ഗെയിം ചെസ് കളിച്ചാലോ? Oh no, uncle. അങ്കിളിനൊരു കമ്പനി തരാൻ മാത്രം ആർക്കും സമയമില്ല. മോക്കും സമയമില്ല. ഓക്കെ. അതല്ല, uncle. പിന്നെ Absolutely no mood. Can you play that tabla for me? ശരിക്കും ശരിക്കും മോക്ക് കേൾക്കണോ? Sure. എന്ത് രസം അങ്കിൾ പ്ലേ ചെയ്യുമ്പോ. ഒരു മിനിറ്റ്, ഇപ്പൊ കേൾപ്പിച്ചുതരാം. ഓക്കെ, പറ എന്റെ നേരത്തെ. തുടങ്ങാം. എങ്ങനെയാ അങ്കിൾ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്നത്? You are so talented. You should do something. ഒക്കെ ഒന്ന് പൊടി തൊട്ട് നോക്കിയിട്ട് കുറെ നാളായി. ടച്ചൊക്കെ വിട്ടു. ഹായ് ആന്റി. ഹായ്. നമ്മുടെ ആ പ്രോഗ്രാമിന് അങ്കിളിനെ കൊണ്ട് തബല വായിപ്പിച്ചാലോ ആന്റി? മോക്ക് ഡാൻസ് ഇഷ്ടമല്ലെങ്കിൽ തബല പഠിച്ചോ. ജോസിനോട് ഞാൻ പറയാം, അങ്കിൾ പഠിപ്പിക്കാം മോളെ. ഗുഡ്നസ്, ഞാനില്ല. ഇതുപോലെ പ്ലേ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മീ എ ലൈഫ് ടൈം. അങ്കിൾ ഇത് എവിടെ പഠിച്ചേ? നാട്ടിൽ നിന്ന്. വെറുതെ ഒന്നുമല്ല, കോളേജിൽ പഠിക്കുമ്പോ 3 times യൂണിവേഴ്സിറ്റി വിന്നർ ആയിരുന്നു ഞാൻ. Really? യാ, അന്നൊക്കെ കേരളത്തിൽ ഞാൻ ഭയങ്കര പോപ്പുലറാ. Is Kerala a dirty place? ആരാ മോളോട് പറഞ്ഞ്? ഈ ഭൂമിയിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാ നമ്മുടെ നാട്, അറിയോ? ശരിയാണോ ആന്റി? ചിലപ്പോ ബ്യൂട്ടിഫുൾ, ചിലപ്പോ പെയിൻഫുൾ. ഇറ്റ്സ് ലൈക്ക് എനി അതർ പ്ലേസ്. ആര് പറഞ്ഞു? വേദനിപ്പിക്കുന്ന എന്താ നിനക്ക് നാട്ടിലുള്ളത്? എക്സ്ക്യൂസ് മീ. അവള് വെറുതെ പറയുന്നതാ. ദൈവത്തിന്റെ സ്വന്തം നാടാ നമ്മുടെ കേരളം. മലകളും മരങ്ങളും പൂക്കളും ഓണവും വിഷുവും അങ്ങനെ എന്തൊക്കെ രസങ്ങളാ നമുക്കവിടെ ഉള്ളത്. പിന്നെന്താ, തറവാട്, ബന്ധുക്കള്, മുത്തശ്ശി, പിന്നെ കളിക്കാൻ ഒരുപാട് കുട്ടികള്. പിന്നെ സമ്മറിന് അവിടെ 2 months വെക്കേഷനാ. അന്നേരം അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും. പിന്നെ ഒരു മേളവാ അവിടെ. ഊഞ്ഞാലാട്ടം, കള്ളനും പോലീസും കളി, പമ്പരം കുത്തിക്കളി, അങ്ങനെ അങ്ങനെ പോകും. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ കൊച്ചു കേരളമല്ലേ. How sweet. Yeah, really. Hello. Yeah, I'm coming. I have to rush, uncle. Okay. Auntie? Yeah, coming. Bye. 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 Bye bye. പഴയതുപോലെ എന്റെ പ്രോഗ്രാമിന് പ്ലേ ചെയ്തൂടെ ഉണ്ണിക്ക്? ഇന്നത് കണ്ടപ്പോ എനിക്ക് എത്ര സന്തോഷായി എന്നറിയോ? ഉണ്ണിക്ക് വായിക്കാനുള്ള സ്റ്റേജ് അതല്ല. ഉണ്ണി വായിക്കും ഒരു ദിവസം. ലോകം മുഴുവൻ കേൾക്കുന്നൊരു ദിവസം. Just wait and see.
സൺഡേ റീത്തയുടെ കഥകളി പ്രോഗ്രാം ഉണ്ട് സ്മിത്സോണിയനിൽ. ജോസിന് വരാൻ പറ്റുമോ? നോക്കാം. ഉം. ചെന്നില്ലെങ്കിൽ റീത്തയ്ക്ക് അതൊരു പരാതിയാവും. ആ, ഡു യു ഹാവ് എനി പ്രോഗ്രാം ഫോർ സൺഡേ മോളെ? No. ഓക്കേ. Dad? Huh? Shall I tell one thing? I want to go to Kerala. എന്തേ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? Just like that. എന്റെ നാടല്ലേ, ഒരിക്കലെങ്കിലും മിസ് ചെയ്യണ്ടേ? പിന്നെന്താ, ഇനി ഡാഡി പോകുമ്പോ മോളൂടെ പോന്നോ? വാട്ട്സ് ദർ ഇൻ ഇറ്റ്? Okay, but don't forget. നോ. Good night, Dad. Good night, Good Mom. night. ഗുഡ് നൈറ്റ്. അവിടെ വെച്ചേക്ക്. ഞാനിതെല്ലാം ഡിഷ് വാഷറിലിട്ടു. നീ ചെന്ന് കിടന്നോ, ഞാൻ ഇപ്പൊ വരാം. എന്താണ്? അവള് വെറുതെ പറഞ്ഞല്ലേ. നാളെ രാവിലത്തേക്ക് അവളിതങ്ങ് മറക്കും. നീ പിൽസ് കഴിച്ചോ?